അതുപോലെ ഈ ആഴ്ചയും നമ്മൾ ഞാനാമല ചന്തയിലെത്തിയിരിക്കുകയാണ്. രാത്രി 1:30 മണിക്ക് തന്നെ ചന്തയെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോട്ടയത്തുള്ള സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു 6 പോത്തും കുട്ടികളെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വീഡിയോ കോൾ ചെയ്തെല്ലാം കാണിച്ചു കൊടുത്ത് അവർക്ക് പോത്തും കുട്ടികളെ ഇഷ്ടപ്പെട്ട് വിലയും ഓക്കെ ആയി. അവർ പൈസ GPay ചെയ്ത് തന്നായിരുന്നു. അങ്ങനെ 6 എണ്ണത്തിനെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി കെട്ടുകയാണ്. ഇനി പെയിൻറ്റ് മേടിച്ച് അടയാളം ചെയ്യണം. ചെറിയ കുട്ടികളെയാണ് വാങ്ങിയത്. അവർക്ക് ചെറിയ ബഡ്ജറ്റിലുള്ള കുട്ടി മതിയെന്ന് പറഞ്ഞു. ഇനിയും ഒരു 2-3 കുട്ടികൾ കൂടെ ചെറിയ ബഡ്ജറ്റിലുള്ള നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 6 കുട്ടികളെയാണ് നമ്മൾ ഈ ആഴ്ച അവർക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എടുക്കാൻ പറ്റിയില്ലായിരുന്നു അവർക്ക് വേണ്ടി. അപ്പോൾ ഇനി വേറെയും കുറച്ച് കുട്ടികളെ എടുക്കാൻ ഓർഡറുണ്ട്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് പോത്തും കുട്ടികളുടെ ഓർഡറാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 6 പേരെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി കിട്ടും. ഇനി കുറച്ച് പോത്തും കുട്ടികളുടെ നിൽപ്പുണ്ട്. മേനി വില 18-20 ചോദിക്കുന്ന കുട്ടികൾ നിൽപ്പുണ്ട്. 25 ചോദിക്കുന്ന കുട്ടികളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. പോത്തും കുട്ടികൾക്ക് വില കൂടി വരികയാണ്. ഇനി പെരുന്നാളിന് മുമ്പ് ഒരു ചന്തയും കൂടെ ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വിലയാവും. പക്ഷേ കണ്ടമാനം കുട്ടികൾ പിന്നെ കയറും. കുട്ടികളുടെ സീസൺ ആയതുകൊണ്ട് കുട്ടികൾ ഒരുപാട് വരും. ഇപ്പോൾ ഈ ആഴ്ച കുട്ടി കുറവായിരുന്നു, ഒരുപാടൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കുട്ടികളെ ഉള്ളായിരുന്നു. വലിയ മാടുകളൊക്കെ വന്നിറങ്ങുന്നതേ ഉള്ളൂ. ഏകദേശം 2 മണി ആയതേ ഉള്ളൂ. ഇനിയേ വലിയ മാടുകളെല്ലാം വന്ന് ഇറങ്ങുള്ളൂ. ആ ഭാഗത്തൊക്കെ വലിയ മാട് വന്നിട്ടുണ്ട്. ഈ ഒരു പോത്തുംകുട്ടിയെല്ലാം നമ്മളെ കൂടെ വന്ന് അവരൊക്കെ എടുത്തതാണ്. ഈ നിൽക്കുന്ന ഒരു 10 എണ്ണം അവരും എടുത്ത് അവർ പെയിൻറ്റ് അടയാളം ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മളെ കുട്ടിയെല്ലാം ആ ഭാഗത്താണ് കിടക്കുന്നത്. ഒരു 10 എണ്ണം ഒരു വിലയ്ക്ക് എടുത്തു. നമ്മൾ 6 എണ്ണം ഒരു വിലയ്ക്ക് എടുത്തു. അങ്ങനെ മൊത്തം 16 കുട്ടികളായിട്ടുണ്ട്. 16 കുട്ടികൾ ആയിട്ടുണ്ട്. ഇന്നും വില കൂടുതൽ തന്നെ കുട്ടികൾക്ക് നല്ല വിലയുണ്ട്. അവർക്ക് നമ്മൾ പെയിൻ്റൊക്കെ വെച്ച് അടയാളം ചെയ്തിട്ടിരിക്കുകയാണ്. അവർ വിശ്രമിക്കട്ടെ. രാവിലെ വണ്ടിക്കാരെ കണ്ട് റെഡിയാക്കി കയറ്റി വിടണം കോട്ടയത്തേക്ക്. ഇന്നിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടി ഇല്ലെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ ഒരു മീഡിയം സൈസ് പോത്ത് നിൽപ്പുണ്ട്. മീഡിയം സൈസ് പോത്തുകളൊക്കെ വരുന്നുണ്ട്. 42,000 രൂപയാണ് ചോദിക്കുന്നത്. 42,000 രൂപ അതിന് ചോദിക്കുന്നുണ്ട് അവർ. 42 രൂപയാണ് അവരുടെ ചോദ്യം. ഇതിന് എന്തുദ്ദേശത്തിലാണ് അത്രയും ചോദിക്കുന്നതെന്നറിയില്ല. ഈ ഭാഗത്തും പോത്തുകളൊക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ കച്ചവടമായിപ്പോയി. 35,000 രൂപ മേനി വില ചോദിച്ച പോത്തുകളാണ്. അതെല്ലാം രാവിലെ തന്നെ കച്ചവടമായിപ്പോയി. നമ്മളതിൽ 2-3 കുട്ടികളെ ചോദിച്ചായിരുന്നു. അവർ 35 രൂപ വെച്ചാണ് ചോദിച്ചത് ഓരോന്നിനും. അത്യാവശ്യം സൈസ് പോത്തുകളായിരുന്നു ഈ നിന്നെല്ലാം. പോത്തും കുട്ടികൾക്കെല്ലാം വില കൂടി വരിക തന്നെയാണ്. ആന്ധ്ര കർണാടക കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഈ ആഴ്ച. തമിഴ്നാട് കുട്ടികളും വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം വെളുത്തിട്ട് പുറത്തോട്ട് പോകാം. അങ്ങനെ നമ്മൾ പോത്തും കുട്ടികളെല്ലാം എടുത്ത് കഴിഞ്ഞ് ചന്ത ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ച് ഒന്നിറങ്ങിയിരിക്കുകയാണ്. വലിയ പോത്തുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 1 കിൻഡൽ 2 കിൻഡലിനൊക്കെ അടുത്തുള്ള പോത്തുകളൊക്കെ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. ഒരു എരുമക്കുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. നല്ല അടിപൊളി ഒരു എരുമക്കുട്ടി തന്നെയാണ്. 40 രൂപ എന്നെ ചോദിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു എരുമക്കുട്ടി തന്നെയാണ്. പക്ഷെ അതിൻ്റെ തൊലിക്കട്ടി കൂടുതൽ. എല്ലാവരും പറയുന്നത് അതാണ്, തൊലിക്കട്ടി കൂടുതൽ. തൊലിക്കട്ടി കൂടിയതിന് പാല് കുറവെന്നാണ് ഇവിടെ ഓരോരുത്തർ പറയുന്നത്. എന്തോ എനിക്കറിയില്ല. ഒരു തൊലിയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി തന്നെയാണ്. 40 രൂപ അതിന് ചോദിക്കുന്നുള്ളൂ. ഒരു 30-32 രൂപ ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. വളർത്തുകാർക്ക് പറ്റിയൊരു എരുമക്കുട്ടി തന്നെയായിരുന്നു. ഇത് കച്ചവടം കഴിഞ്ഞ മൂരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം. അവിടേക്ക് എന്താണ് സ്ഥിതി എന്നറിയില്ല. കണ്ടമാനം വലിയ പോത്തുകളൊക്കെ വന്നായിരുന്നു. അത് നമ്മൾ കണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ കുട്ടി എടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിപ്പോയി. ഇതാ ഇവിടെയൊക്കെ നിൽക്കുന്ന നല്ല വലിയ പോത്തുകളാണ്. ചുവന്ന മോറയൊക്കെ ഇട്ടേക്കുന്ന പോത്തുകളാണ്. ആ ഭാഗത്ത് നിൽക്കുന്ന പോത്ത് എരുമയൊക്കെയാണ്. വലിയ പോത്തുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട്. അതൊക്കെ ആരോ വാങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഭാഗത്ത് കൊണ്ട് കെട്ടിയിരിക്കുന്നത്. വിലയും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. ഇവിടെ ഒരു പോത്ത് ഒരു പാർട്ടി വാങ്ങിയതാ ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചന്തയ്ക്ക് അങ്ങ് അപ്പുറത്തെ ഭാഗത്ത് പോകാം. ഡബിൾ കയറിലൊക്കെ നിൽക്കുന്ന ജല്ലിക്കെട്ട് സൈസ് മൂരിയൊക്കെ കാളയൊക്കെ ഇതാ കൊണ്ടുപോകുന്നുണ്ട്. കാളയും മൂരിയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ. ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. ഇത് കച്ചവടമായതാണ് തോന്നുന്നത്. ഏകദേശം 7 മണിയോളമായി. ചന്ത അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡബിൾ കയറിലൊക്കെ നിൽക്കുന്ന അതിനൊക്കെ
കൊണ്ടുപോകുന്നുണ്ട്. അത് കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നതാണ്. രണ്ടിനും കൂടി അവർ 55,000 രൂപയാണ് ചോദിക്കുന്നത്. 55,000 രൂപയാണ് അതിന് രണ്ടിനൂടെ ചോദിക്കുന്നത്. 55,000 രൂപയാണ് ചോദിക്കുന്നത്. ജല്ലിക്കെട്ട് സൈസ് കാളകത വണ്ടി നിറക്കുന്നുണ്ട്. കാള, മൂരി എല്ലാം ഇന്ന് ചന്തയിൽ ഒരുപാടുണ്ട്. HFൻ്റെ സൈസ് വലിയ മൂരികളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ കറവ പശുക്കളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പെരുന്നാൾ കച്ചവടം ആയതുകൊണ്ട് വില കൂടുതൽ തന്നെയാണ്, കുറവെന്ന് പറയാനില്ല. എടുക്കാൻ ആളുണ്ട്. കന്ന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 2-3 മാസമായിട്ട് ചന്തയിൽ കന്ന് വരവ് കുറവാണ്. ആ വണ്ടിയിലൊക്കെ സൈസ് ജല്ലിക്കെട്ട് സൈസ് മൂരിയും കാളയൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ വിലയൊന്നും അറിയാൻ പറ്റില്ല, ആളിനൊന്നും കാണാനില്ല. എല്ലാ സൈസ് സാധനങ്ങളും വന്നിട്ടുണ്ട്. ഒരുപാട് കച്ചവടമായി പോയി. നമ്മളിപ്പോഴാണ് ഈ ചന്തയ്ക്ക് അകത്തോട്ട് തന്നെ വന്നത്. പോത്തുകുട്ടി എടുക്കാൻ നിന്ന് ഒരുപാട് സമയം അങ്ങ് പോയി. ഒരു 3-4 മണിക്കൂറോളം പോത്തുംകുട്ടിയുടെ അടുത്തായിരുന്നു. അതാണ് ഇവിടെ ഒരു HFൻ്റെ ഒരു മുരിക്കുട്ടൻ നിൽപ്പുണ്ട്. ഏകദേശം 1 ക്വിൻ്റലിന് മേളിൽ വലിപ്പമുള്ളതാണ്. നമുക്ക് ചന്തയ്ക്ക് അങ്ങ് അപ്പുറത്തെ സൈഡിൽ പോവാം. ചെറിയ പൈക്കുട്ടികളും മുരിക്കുട്ടികളൊക്കെ അതാ ഈ ആഴ്ച ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ചന്തയിൽ നല്ല തിരക്കുണ്ട്. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ഒരു 15 രൂപ 18 രൂപയൊക്കെ ചോദിക്കുന്ന മുരിക്കുട്ടികളും പശുക്കുട്ടികളൊക്കെ ഇനിയും നിൽപ്പുണ്ട്. നല്ല വളർത്താൻ പറ്റിയ പൈക്കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. 18-20 രൂപ ചോദിക്കുന്ന പശുക്കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അതിൽ കുറഞ്ഞ ചെറിയ പൈക്കുട്ടികളും നിൽപ്പുണ്ട്. ഈ ഭാഗത്ത് 12,000 13,000 ഒക്കെ ചോദിക്കുന്ന മൂരിക്കുട്ടികളും നിൽപ്പുണ്ട് ഈ ഭാഗത്ത്. ചെറിയ മൂരിക്കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ഈ ആഴ്ച. ഒരുപാട് കച്ചവടമായി പോവുകയും ചെയ്ത്. ഇവിടെ ഒരു ചെറിയൊരു മൂരിക്കുട്ടി 12 രൂപ ചോദിക്കുന്നുണ്ട്. 12,000 രൂപ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത്തിരി ആരോഗ്യക്കുറവുണ്ടോയെന്ന് സംശയമുണ്ട്. ലാസ്റ്റ് 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. 10,000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. 10 രൂപയ്ക്കൊന്നും അതിനെടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഭാഗത്തെല്ലാം കച്ചവടം കഴിഞ്ഞ കന്നുകാലികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇഷ്ടംപോലെ കന്ന് വന്ന് ഒരുപാട് കച്ചവടമായി പോയിട്ടുണ്ട്. പോത്തുംകുട്ടികളൊക്കെ തീർന്ന് ഇനി കുറച്ച് കർണാടക കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. എരുമക്കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. ഏകദേശം 1 വയസ്സിനടുത്ത് പ്രായമുള്ള എരുമക്കുട്ടികളൊക്കെ ഇനിയും വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ കുട്ടന്മാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അവരെല്ലാവരും വിശ്രമിക്കുകയാണ്. വണ്ടിക്കാരെല്ലാം ഏൽപ്പിച്ച്. അപ്പോൾ അവർക്ക് കോട്ടയത്തേക്ക് വണ്ടിയില്ല. അതുകൊണ്ട് അവർ ആലപ്പുഴ ബൈപ്പാസിൽ ഇറങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് അവർ ചെറിയ വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1,300 രൂപയാണ് വണ്ടി വാടക ഒരെണ്ണത്തിന്. എല്ലാവരും വിശ്രമിക്കുന്നത്. വണ്ടിക്കാരെ ഏൽപ്പിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ചേരുന്നതാണ്. അടുത്തൊരു വീഡിയോ